Hello friends, welcome to channel goodhappenshereajay channel സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവർക്കും ഇപ്പോൾ അത്യാവശ്യം നല്ല ഫേമസ് ഉള്ള ഒരു സംഭവമാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ക്രെഡിറ്റ് നമുക്ക് എങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാമെന്ന്. നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഇപ്പോൾ ക്രെഡ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അങ്ങനെ കുറേ ഇഷ്ടംപോലെ തേർഡ് പാർട്ടി ആപ്സ് ഉണ്ട് നമുക്ക് ഇത് സെൻഡ് ചെയ്യാനുള്ളത്. പക്ഷേ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു വെബ്സൈറ്റാണ് Paymatrix എന്നൊരു വെബ്സൈറ്റാണ്. ഇതിൽ കൂടെ ആക്ച്വലി നമുക്ക് നമ്മുടെ കാർഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് ബാക്ക് വരെ കിട്ടും. 5% വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ബാക്കി എല്ലാത്തിലും നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾക്ക് കൺവീനിയൻസ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സെൻഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈ Paymatrixൻ്റെ കാര്യങ്ങളൊന്നും നോക്കി നോക്കാം. ശരിക്കും ആക്ച്വലി ആപ്പൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ. ആപ്പും കാര്യങ്ങളൊന്നും ഇല്ല, വെബ്സൈറ്റ് മാത്രമുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക, ഞാനും ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ലൈവായിട്ട് സൈനപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് സൈനപ്പ് ചെയ്യാൻ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നോർമലി നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കാണിക്കായിരുന്നു. എന്ന് വെച്ചാൽ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡിലുള്ള ലിമിറ്റ് നമുക്ക് എങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാം, അതും പോരാണ്ട് നമുക്ക് എങ്ങനെ ക്യാഷ് ബാക്ക് അതിൽ നിന്ന് നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് ക്യാഷ് ബാക്ക് നമുക്ക് എങ്ങനെ നേടാം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്ക് നിങ്ങൾക്ക് കൂടെ കാണുന്നുണ്ടായിരിക്കും. നമ്മളൊരു ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള ഒരു വെബ്സൈറ്റായിരിക്കും തോന്നുന്നു. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഗീവ് വീഡിയോസ് കാണാത്തവരും പങ്കെടുക്കാത്തവരും പോയി കാണാം. ഞാൻ റൂൾസൊക്കെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് കാണാൻ മറക്കണ്ട. TWSും ഹെഡ്ഫോൺസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പങ്കെടുക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കാനെങ്കിൽ കമൻറ്റ് ചെയ്യാനും നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് കേട്ടോ, Paymatrix ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം പേ ബിൽസ് യൂസിങ് ക്രെഡിറ്റ് കാർഡ്, ഏൺ റിവാർഡ്സ് ആൻഡ് ക്യാഷ് ബാക്ക് ഓൺ എവരി പേയ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ലോഗിൻ സൈൻ അപ്പ് എന്ന് പറയുന്നുണ്ട്. ഒരു അസോസിയേഷൻ വിത്ത് പേപാൽ, ആക്സിസ് ബാങ്ക്, അതുപോലെ പിന്നെന്തത് വില്ലേജ് ക്യാപിറ്റലും അതുപോലെ 10,000+ സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ടൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവർ. ഇതും നമ്മൾ ആക്ച്വലി ഞാൻ ഓൾറെഡി പറയുകയാണ്, നമ്മൾ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് നോക്കാട്ടെ. അതായത് നമ്മൾ പ്രൊമോട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നല്ല, ജസ്റ്റ് ഒരു നോളജ് ഷെയറിംഗ് ആണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടെന്നുള്ളൊരു ഷെയറിങ് മാത്രമാണ് കേട്ടത്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഓഫ് 4.23% ആൻഡ് അപ്വേർഡ്സ് ആയിട്ട് നമുക്ക് ഒരു ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2% ക്യാഷ് ബാക്ക് 2% ക്യാഷ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. മെനി കാർഡ്സ് ഓഫർ 1 to 3% മൈൽസ് ഓഫ് ക്യാഷ് ബാക്ക് എവരി ട്രാൻസാക്ഷൻ. നമുക്ക് 1.73% സേവിങ്സിലും കിട്ടുന്നുണ്ട്. നമുക്ക് സേവ് ഓൺ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്, നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിലും ഡിസ്കൗണ്ട്സ് കിട്ടുന്നുണ്ട്. 0.5% ഡിസ്കൗണ്ട്സ് നമുക്ക് Paymatrixൻ്റെ വക തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ വക 0.5 to 1% നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് സൈനപ്പ് ചെയ്യുക, സെറ്റപ്പ് ആൻ അക്കൗണ്ട് വിത്ത് ആൻ ഇമെയിൽ ഓർ മൊബൈൽ. നമുക്ക് ബെനിഫിഷ്യറി അക്കൗണ്ട് ആഡ് ചെയ്യാം, ആഡ് ബില്ലർ ഓർ ലാൻഡ് ലോഡ് ബാങ്ക് ഡീറ്റെയിൽസ്, എന്നിട്ട് സേവ് ചെയ്യുക. പേ യുവർ എക്സ്പെൻസസ് ഓൺ കാർഡ് ആൻഡ് ഏൺ മൈൽസ് ആൻഡ് റിവാർഡ്സ്, എമൗണ്ട് ക്രെഡിറ്റ് ആവുക. യുവർ ബെനിഫിഷ്യറി ഗെറ്റ് മണി വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സിൽ നമുക്കിത് സമയം എടുക്കുന്നതാണ് പറയുന്നത്. ഡിഡക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഞാൻ ആക്ച്വലി സൈനപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഞാൻ ആക്ച്വലി ഇത് ഉപയോഗിക്കാനുള്ള ഇതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈനപ്പ് ചെയ്യുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നോർമലി ഉപയോഗിക്കുന്ന ആപ്പ് വഴി ചെയ്യാൻ പറ്റും. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രെഡ് ആയാലും Paytm ആയാലും ഇതൊക്കെ ഉപയോഗിക്കട്ടോ. ഇതിൽ കൊടുത്തിട്ടുണ്ട് 100% സെക്യൂർ ട്രാൻസാക്ഷനാണ്. വി റെസ്പെക്ട് പ്രൈവസി, അതുപോലെ വിസയുടെ മാസ്റ്റർ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ ഇവർ എത്ര പേര് സംഭവം സേവിങ്സ് കാര്യങ്ങളൊക്കെ യൂസേഴ്സ് 1,11,000 യൂസേഴ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ Paymatrixൻ്റെ കുറച്ച് അവരുടെ കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസ്ഫുൾ ടൂൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഒരു അബൌട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ ഇതിൽ അവരുടെ കമ്പനീനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എവിടത്തെ കമ്പനിയാണ് നോക്കി നോക്കാം. ആദ്യം ഇതിൽ നമുക്ക് എന്താ കൊടുത്തിരിക്കുന്നത്, എന്താ പറയുക, പാർക്കും കാര്യങ്ങളൊക്കെയാണ്. അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ എന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇക്കോണമിക് ടൈംസിലൊക്കെ ഒരു ന്യൂസ് വന്നതെന്നൊക്കെയാണ് അവർ കാണിക്കുന്നത്. കറണ്ട് ഇൻവെസ്റ്റേർട്ടായിട്ട് മുത്തൂറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാത്ത സംഭവമാണെന്ന് തോന്നുന്നു. ജോയിനസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അപ്ലൈ ചെയ്യാനവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. നമുക്ക് ജസ്റ്റ് ഒരു സൈനപ്പ് കൊടുക്കുക, ഒരു ഹോം പേജിൽ പോയിട്ട് കണ്ടു സൈനപ്പ് കൊടുക്കുക, നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും വെച്ച് രജിസ്റ്റർ ചെയ്യുക. കണ്ടു ഫുൾ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, ക്യാപ്ഷ, OTP എന്ന അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇന്നലെ നമുക്ക് ജസ്റ്റ് നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഏതാണ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആ കാർഡ് കൊടുക്കുക, ട്രാൻസ്ഫർ ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, ഇതിൽ നമുക്ക് കൺവീനിയൻസ് ചാർജ് എന്ന സംഭവം വരും കേട്ടോ. പക്ഷേ ക്യാഷ് ബാക്ക് മാത്രം
നമുക്ക് എക്സ്ട്രാ കിട്ടുന്നു മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകമൊന്നുമില്ല. ഇതിലും കൺവീനിയൻസ് ചാർജ് അവർ കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് എന്തായാലും ഒന്നും ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് കാണിച്ചു തരാം. എന്താ വെച്ചാൽ ഞാൻ എവിടെയോ കണ്ടു അത് അവർ ഇതിൽ ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ കൺവീനിയൻസ് ചാർജ് നമ്മുടെ നോർമൽ ബാക്കിയുള്ള ആപ്പുകളിലും പിടിക്കുന്ന പോലെ കൺവീനിയൻസ് ചാർജ് ഇതിലും പിടിക്കട്ടോ. ഒരു ചെറിയൊരു എമൗണ്ട് പിടിക്കും, അത് എന്തായാലും പിടിക്കും. പക്ഷേ നമുക്ക് ബാക്കിയുള്ളതിന് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ബാക്കിൻ്റെ കാര്യത്തിലാണ്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ബാക്കിയെല്ലാ പേടിഎമ്മിലോ അതുപോലെ ക്രെഡിലൊക്കെ ആയാലും പോലെ തന്നെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം മറക്കണ്ട ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തവർ സപ്പോർട്ട് ചെയ്യാനും കണ്ടു നോക്കാനും മനക്കറാണ്. ഇതൊരു ഷോർട്സ് ചാനലാണ്, നമ്മുടെ പെറ്റ്സിൻ്റെയും ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഷോർട്സ് ചാനലാണ്. ഒന്ന് കണ്ടു നോക്കാൻ നമ്മുടെ ചാനൽ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.